ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്, ഇതുപോലെ തന്നെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേയധികം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് റീഡിങ്ങിലൂടെ ആദ്യം തന്നെ മനസ്സിലാവുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് ചിലപ്പോൾ മറ്റു വ്യക്തികളായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ വരുത്തുന്ന രീതിയിൽ നിങ്ങളെ അത്തരമൊരു രീതിയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ ഓവർ റിയാക്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എന്തൊരു കാര്യത്തിനും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും ഓവറായിട്ട് റിയാക്ട് ചെയ്ത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന തരത്തിലുള്ള അത്തരം ഒരു നേച്ചറുള്ള ഒരു വ്യക്തിയായിരിക്കാം. എന്നിരുന്നാലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇരിക്കുന്നതും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ പോലെയുള്ള ഒരവസ്ഥ വന്നത് പോലും ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും, ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പേരെങ്കിലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ വന്നതിൻ്റെ റീസൺ മേ ബി അതായിരിക്കാം. ഒരു വ്യക്തിയായിട്ടുള്ള ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി തന്നെ ഓവർ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആ ഒരു പേഴ്സണ് തോന്നിയിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ കുറച്ച് പേര് നിങ്ങളുടെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഡൈവേർട്ട് ചെയ്യുന്ന പോലെയൊക്കെ. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ വന്നത് പോലും അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലായിരുന്നു എന്നൊക്കെ ഒരു റിയലൈസ് ചെയ്യുന്നൊരു സമയമാണിത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 3 ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി പറയുന്നത് ആ ഒരു വ്യക്തി ഒരു സമയത്ത് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അത് ഹൃദയം കീറി നുറുക്കുന്ന അത്രയധികം ഒരു വേദന അവിടെ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണ് 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളെ അവർ ഓവർ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവർ തന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു കാര്യം നടന്നത് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ബൈ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു സെപ്പറേഷൻ വന്നതായിരിക്കാം. പക്ഷെ അന്നേരം ഒരു എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ ഒരു വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിങ്ങളെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനുള്ള റീസൺ തന്നെ അവരാണ് എന്നുള്ള രീതിയിൽ അവർക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ഹൈഡ് ചെയ്ത് പിടിക്കുന്നുണ്ടാവാം. സോ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അറിയാനുള്ള ഒരു സമയമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നുണകൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളോടൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള റീസൺ എന്നുള്ളതൊക്കെ തന്നെ നിങ്ങളോട് റിയലൈസ്, അതായത് നിങ്ങളോട് പറയാനുള്ള അങ്ങനെ ഒരു മൈൻഡ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈസ് ഓഫ് കപ്സ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലൊരു സ്നേഹം, അത്രയധികം നിറഞ്ഞു കവിയുന്ന തരത്തിലൊരു സ്നേഹം ആ ഒരു വ്യക്തിയുടെ മനസ്സിലിപ്പോൾ നിങ്ങളോടുണ്ട്. നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും തന്നെ നിങ്ങളോട്, മേ ബി ഒരു ഈഗോ ഉള്ള വ്യക്തിയായിരിക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാനൊരു അത്തരമൊരു മടി, നിങ്ങളായിട്ട് വരട്ടെ എന്നൊക്കെ തന്നെ ചിലപ്പോൾ വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുമല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അവരുടെ മനസ്സിന് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ ഇഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ ഒരു സ്നേഹം അവരുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് സൂക്ഷിക്കുന്നുണ്ട്. സോ അത്രയധികം ഒരു സ്നേഹം അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളോട് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിന്ന് പോലും വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. കുറച്ച് ഈഗോയിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് എങ്കിലും നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ആ ഒരു കാര്യങ്ങൾ പോലും, അതായത് അവർ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ അവർ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല, ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഉണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നിങ്ങൾ പറയുന്ന ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ തന്നെയും അതിനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ അവർ പറഞ്ഞതാണ് ശരിയെന്നൊക്കെ അങ്ങനെ സ്വന്തം അഭിപ്രായത്തെ ന്യായീകരിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കാം. എന്നിരുന്നാൽ ഈ ഒരു സമയത്ത് അവർ അതൊക്കെ തന്നെ മറന്ന് അവർ നിങ്ങളിലേക്ക് എത്തണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ മൂൺ കാർഡിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ഒരുപാട് അകലം നിങ്ങൾ തമ്മിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ നിങ്ങളുടെ തമ്മിലുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ മനസ്സുകൾ തമ്മിലൊരു അകലമില്ല. കാരണം നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ മൈൻഡുകൾ തമ്മിൽ അടുത്തിടപഴകുന്നതാണ്. അത്രത്തോളം നിങ്ങൾ ഡീപ്പായിട്ട് ലവ് ചെയ്യുന്നതാണ്. ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയത് തന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപോലെ ഭയങ്കര വിഷമമുണ്ട്. അതുപോലെ തന്നെ
ദ വേൾഡ് കാർഡ് എനർജി പറയാം നിങ്ങളുടെ വേൾഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വേൾഡിലേക്ക് വരണമെന്ന് അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കാരണം കൊണ്ട് അവർ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ടെൻഷൻ പോലെ അല്ലെങ്കിൽ അവർ ഒരുപാട് ഒരുപാട് ഇഷ്ടം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാണുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ തന്നെ റിവീൽ ആവാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്തുകൊണ്ടാണ് എന്തിൻ്റെ പേരിലാണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നത് ആ ഒരു കാര്യമൊക്കെ തന്നെ അവർ ഉടനെ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിനോടകം തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം, ഒരു റീബർത്ത് ഉണ്ടാവണം, ഈ റിലേഷൻഷിപ്പിന് പഴയതുപോലെ തന്നെ ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നാനോ പാർട്സിൻ്റെ എനർജി പറയുന്നത് പോലും ഈ ഒരു വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളിലേക്ക് വരാനുണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റു വ്യക്തികളാൽ ഈ ഒരു വ്യക്തി അട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് പോലെയൊക്കെ തന്നെ ഈ ഒരു വ്യക്തിയെ മറ്റു വ്യക്തികളാൽ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ അങ്ങനെ അവരുടെ മൈൻഡിനെ തന്നെ ഡൈവേർട്ട് ചെയ്ത് അവരിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം. സോ അതൊക്കെ തന്നെ ആ ഒരു വ്യക്തി മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. മേ ബി മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവാം. സോ എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് എത്തിപ്പെടാനായിട്ട്. എന്നിരുന്നാലും അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നാനോ വാട്സിൻ്റെ എനർജിയാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളും അതെ ഒരുപാട് അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ നൈൻ ഓഫ് വാട്സിൻ്റെ എനർജി ആയിക്കോട്ടെ, ടു ഓഫ് വാട്സിൻ്റെ എനർജി ആയിക്കോട്ടെ ഒക്കെ തന്നെ മനസ്സിലാവുന്നത് അവർ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ടു ഓഫ് സ്വാർട്സിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവരുടെ ലൈഫിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് അവർ അങ്ങനെ പോയി. സോ ആ ഒരു സമയത്ത് അവർ ഭയങ്കര ബ്ലൈൻഡ് ആയിരുന്നു. അല്ലെങ്കിൽ അവർക്ക് അവരുടെ മറ്റു വ്യക്തികളാൽ അവർ കൺട്രോൾ ചെയ്യപ്പെട്ട് അവരുടെ കണ്ണുകൾ പോലും മൂടി കെട്ടിയിട്ടില്ല. അത്തരം ഒരു ഫീലിലാണ് നിങ്ങളോട് പോലും അവർ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അവർ എത്ര ക്രൂവലായിട്ടാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഓരോ കാര്യങ്ങളും നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് നല്ല വിഷമം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരണം, ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന 4 കാർഡ്സ് ഉണ്ട്. 4 ഓഫ് സ്വാർഡ്സ് ഉണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 6 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 8 ഓഫ് വാണ്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദ സൺ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു എനർജിയാണ് തരുന്നത് ഈ ഒരു 4 ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി പറയുന്നത്. ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ സ്നേഹത്തിനായിട്ട് അവർ കൊതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അവർ കരയുന്നുണ്ട്. രാത്രി കാലങ്ങളിലാണെങ്കിൽ കൂടിയും ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഒരുപാട് അവർ കരയുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും അവർക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. നിങ്ങളെ കൈവിട്ട് പോയത് ഓർത്തിട്ട്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇങ്ങനെ നിങ്ങളെ വിട്ട് കളയേണ്ടി വന്നതിൽ അവർക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ 6 ഓഫ് കപ്സിൻ്റെ എനർജി പോലും പറയുന്നത് ഈ ഒരു സമയത്ത് പോലും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഓർമ്മകളിലാണ് അവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഓരോ മൊമെൻറ്റിലും ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റും അവർ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ അവർക്കൊരു ചെറിയ പുഞ്ചിരി വരുന്ന പോലെ അത്രത്തോളം അവർ ഒരുപാട് മനസ്സിലിട്ട് എന്താ പറയുക ഭയങ്കര സന്തോഷം അവർ കണ്ടെത്തുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിലൂടെ. അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത് മേ ബി അവരോട് ഡിസിഷൻ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മേ ബി അവർ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളത്. സോ ആ ഒരു കാര്യമാണ് ഇവിടെ എയ്റ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചതിന് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ സങ്കടപ്പെടുത്തിയതിനൊക്കെ തന്നെ അവർക്ക് ഇപ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ദ സൺ കാർഡ് എനർജി പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തായാലും ഉണ്ടാകുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ ദ സൺ കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നു. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണോ എന്ത് കാര്യം കൊണ്ടാണോ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്, സോ ആ ഒരു കാര്യത്തിന് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു മിറക്കിൾ പോലെ തന്നെ അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ദ സൺ കാർഡ് എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ,